പ്രൈസ് ദി ലോർഡ്. വീണ്ടും കർത്തൃസന്നിധിയിലായിരിക്കാൻ ദൈവം നമുക്ക് വലിയ ഭാഗ്യം തന്നതിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി തിരുവചനത്തിൽ നിന്നും നമുക്കൊരു വേദഭാഗം വായിക്കാം. വളരെ സുപരിചിതമായ ഒരു വാക്യം, എബ്രായ ലേഖനം 11-ാം അധ്യായം 7-ാം വാക്യം. വിശ്വാസത്താൽ നോഹ അതുവരെ കാണാത്തവയെക്കുറിച്ച് അരുളപ്പാടുണ്ടായിട്ട് ഭയഭക്തി പൂണ്ട് തന്റെ കുടുംബത്തിന്റെ രക്ഷയ്ക്കായി ഒരു പെട്ടകം തീർത്തു. അതിനാൽ അവൻ ലോകത്തെ കുറ്റം വിധിച്ചു, വിശ്വാസത്താലുള്ള നീതിക്ക് അവകാശിയായി തീർന്നു. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. ജലപ്രളയത്തെക്കുറിച്ചും നോഹയുടെ പെട്ടകത്തെക്കുറിച്ചും നമുക്കുള്ളതായ ഒരു കോമൺ കൺസെപ്റ്റ്, അതിന് വ്യത്യസ്തമായിട്ടുള്ളതായ ഒരു വലിയ സത്യം, ഒരു ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു വ്യൂ അപ്പോസ്തലനായ പൗലോസ് ഇവിടെ നമ്മെ പരിചയപ്പെടുത്തുകയാണ്. വിശ്വാസത്താൽ നോഹ അതുവരെ കേട്ടിട്ടില്ലാത്തതായ കണ്ടിട്ടില്ലാത്തതായ ഒരു കാര്യത്തെക്കുറിച്ച് കേട്ടപ്പോൾ തനിക്ക് ഭയമുണ്ടായി, തനിക്ക് ഭയഭക്തി ഉണ്ടായി. ദൈവം എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് തനിക്ക് തന്നെ തിരിച്ചറിയാൻ കഴിയാത്തതായ ഒരവസ്ഥ. കാരണം ദൈവം പറയുന്ന കാര്യം താൻ ഇതുവരെയും കേട്ടിട്ടില്ല. ദൈവത്തിന് സ്തോത്രം. അവിടെ ദൈവവചനത്തിൽ പൗലോസ് എഴുതിയിരിക്കുന്നതായ കാര്യം, തനിക്കും തന്റെ കുടുംബത്തിന് വേണ്ടി നോഹ പണിത ഒരു പെട്ടകം. അതാണ് ഇന്നത്തെ ദൈവവചനം നമുക്ക് ചിന്തയ്ക്കായി നൽകിയിരിക്കുന്നത്. ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം 7-ാം അധ്യായം ഒക്കെ വായിച്ചു നോക്കുമ്പോൾ നോഹ ഉണ്ടാക്കിയ പെട്ടകത്തെക്കുറിച്ചും ജലപ്രളയത്തെക്കുറിച്ചും ഒക്കെ അവിടെ വിശുദ്ധീകരണമായി നമുക്ക് വായിക്കാൻ കഴിയും, ഗ്രഹിക്കാൻ കഴിയും. അതൊരു വലിയ ഒരു വിഷയം തന്നെ. എന്നാൽ ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് നമ്മോട് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നത് നോഹ പണിത തന്റെ കുടുംബത്തിനു വേണ്ടി പണിതതായ പെട്ടകം. പ്രൈസ് ദി ലോർഡ്. നോഹയെ നമുക്കൊന്ന് നോക്കാം. നോഹ നിഷ്കളങ്കനായ മനുഷ്യനായിരുന്നു എന്ന് ഉൽപ്പത്തി പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു. അവൻ ദൈവത്തോടുകൂടെ നടന്നു. അവൻ ദൈവത്തോടുകൂടെ നടന്നതിനാൽ ദൈവം പറയുന്നതൊക്കെ അവന് കേൾക്കുവാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായി. ദൈവം പറയുന്ന കാര്യങ്ങൾ അവന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ദൈവത്തിന്റെ ഭാഷ അവന് തിരിച്ചറിയാൻ കഴിഞ്ഞു. അതിന്റെ അർത്ഥത്തെക്കുറിച്ച് അവന്റെ ഭയഭക്തി പൂണ്ടതായ നിഷ്കളങ്കത്വം അവൻ അർത്ഥം പറഞ്ഞു കൊടുത്തു. അവന്റെ ഭാഷയിൽ അവന് മനസ്സിലാകുന്ന രീതിയിൽ അതിനെ വിവരിച്ചു കൊടുത്തു. അവന്റെ ജീവിതകാലത്ത് ദൈവത്തോടുകൂടെ നടന്ന മനുഷ്യർ അധികമില്ലാഞ്ഞതിനാൽ അവർക്ക് ആ കാര്യങ്ങളൊന്നും ഗ്രഹിക്കാൻ കഴിഞ്ഞില്ല. നോഹ ദൈവത്തിൽ നിന്ന് ഒരു വാർത്ത കേട്ടതും ഭയഭക്തിയോടുകൂടി തന്റെ കുടുംബത്തിലേക്ക് ഓടി വന്നു. ആദ്യം താൻ പ്രസംഗിക്കുന്ന സുവിശേഷം എല്ലാം അന്ന് തന്റെ കുടുംബത്തോടായിരുന്നു. ദൈവത്തിന് സ്തോത്രം. നോക്കൂ, നോഹ അതുവരെയും കണ്ടിട്ടില്ലാത്ത കാര്യത്തെക്കുറിച്ചാണ് അവന്റെ കുടുംബത്തോട് വന്ന് പറയുന്നത്. ദൈവം ലോകത്തിൽ വലിയ മഴ പെയ്യിക്കാൻ പോകുന്നു, ജലപ്രളയം ഉണ്ടാകുവാൻ പോകുന്നു എന്ന് അവൻ പറഞ്ഞപ്പോൾ ഒരു പക്ഷെങ്കിൽ അവനെ വട്ടനെന്ന് അവന്റെ കുടുംബം വേണം പറയുവാൻ. പക്ഷെങ്കിൽ അവനെ വിളിച്ചില്ല. കാരണം എന്താണെന്ന് അറിയാമോ? നോഹ പറയുന്നതൊക്കെയും സത്യമാണെന്ന് മറ്റുള്ള ദേശക്കാരേക്കാൾ കൂടുതൽ, അല്ലെങ്കിൽ നാട്ടുകാരേക്കാൾ കൂടുതൽ, ആ രാജ്യക്കാരേക്കാൾ കൂടുതൽ, ഭൂതലത്തിലുള്ള സകല മനുഷ്യരെക്കാൾ കൂടുതൽ അവന്റെ കുടുംബമാണ് അവനെ കൂടുതൽ വിശ്വസിക്കുന്നത്. ഇവിടെയാണ് ചില പ്രശ്നങ്ങൾ. ദൈവത്തിന് സ്തോത്രം. ഇന്ന് അനേക പ്രസംഗികളെ നമുക്ക് കാണാം, അനേക അപ്പോസ്തലന്മാരെ കാണാം, അനേക സുവിശേഷകരെ കാണാം. വരുവാനുള്ള കോപത്തെക്കുറിച്ച് പട്ടണം തോറും അങ്ങനെ വീതികൾ തോറും വിളിച്ചു പറയുന്ന, അല്ലെങ്കിൽ ഉച്ചഭാഷണികൾ കൊണ്ടും എല്ലാ ടെക്നോളജിയിൽ കൂടെയൊക്കെയും അത് ലോകത്തെ അറിയിക്കുന്ന അനേക പ്രസംഗികളെ നമുക്ക് കാണുവാൻ കഴിയും. എത്ര പ്രസംഗികളെ അവരുടെ വീട്ടുകാർ വിശ്വസിക്കുന്നുണ്ട്? ദിസ് ഈസ് മൈ ക്വസ്റ്റ്യൻ. അവരുടെ ഭവനത്തിലുള്ളവർ വരുവാനുള്ള നാശത്തെക്കുറിച്ച് അവർ പറയുന്ന സുവിശേഷത്തെ അവരുടെ വീട്ടുകാർക്ക് വിശ്വാസമുണ്ടോ? സ്വന്തം ഭവനത്തിൽ വിശ്വാസമുണ്ടോ? നോക്കൂ, നോഹ വന്ന് അവരുടെ കുടുംബത്തിൽ വന്ന് അവരോട് സുവിശേഷം പറഞ്ഞു. ദൈവം ലോകത്തിൽ മഴ പെയ്ക്കാൻ പോകുന്നു. അവരാരും കണ്ടിട്ടില്ലാത്ത കാര്യമാണ്. എന്നാൽ
കണ്ടിട്ടില്ലാത്ത കാര്യങ്ങളെ നോഹ വിശ്വസിച്ചത് അവരുടെയും വിശ്വാസത്തിന് കാരണമായി തീർന്നു. നോഹ ദൈവത്തിൽ വിശ്വസിച്ചപ്പോൾ ആ നോഹയിൽ അവന്റെ കുടുംബം വിശ്വസിച്ചു. അവൻ പറഞ്ഞത് കുടുംബം അനുസരിച്ചു. അവിടെ ഒരു അനുസരണത്തിന്റെ വഴി അപ്പോസ്തലനായ പൗലോസ് പുതിയ നിയമസഭയെ എടുത്തു കാണിക്കുകയാണ്. നോഹ അതുവരെയും കണ്ടിട്ടില്ലാത്തതായ ഒരു കാര്യം തന്റെ കുടുംബത്തോട് വന്ന് പറഞ്ഞപ്പോൾ തന്റെ കുടുംബത്തിനു വേണ്ടി, അങ്ങനെയുള്ള ഒരു കുടുംബത്തിനു വേണ്ടി രക്ഷിക്കുവാൻ അവരെ ഭൂമിയിൽ നിലനിർത്തേണ്ടത് ദൈവത്തിന് ആവശ്യമായിട്ട് തോന്നി. അതാണ് നോഹയോട് പറഞ്ഞത്, നീ പോയി നിനക്കും നിന്റെ കുടുംബത്തിനും രക്ഷയ്ക്കായിട്ട് ഒരു പെട്ടകം ഉണ്ടാക്കുക. ഇല്ലായെങ്കിൽ ദൈവം നോഹയെ മാത്രം അവിടെ രക്ഷപ്പെടുത്തിയാൽ മതിയായിരുന്നു. നോഹയ്ക്ക് ദൈവത്തിന്റെ അരുളപ്പാടുണ്ടായപ്പോൾ, കരുണയുണ്ടായപ്പോൾ, നോക്കൂ തിരുവചനം എന്താണ് പറയുന്നത്? കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബം രക്ഷ പ്രാപിക്കും. വിശ്വാസം നമുക്ക് മാത്രമല്ല, അത് നമ്മുടെ കുടുംബങ്ങളിലേക്കും നമ്മുടെ കുഞ്ഞുങ്ങളിലേക്കും വിശ്വാസം കടന്നു വരണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. രക്ഷ നമുക്കും നമ്മുടെ കുടുംബത്തിനും ആദ്യം ബാധകമാകണമെന്ന് ദൈവത്തിന്റെ വചനം നിഷ്കർഷിക്കുന്നു. ദൈവത്തിന്റെ വ്യവസ്ഥ നമ്മുടെ കുടുംബം നാമും രക്ഷ പ്രാപിക്കുവാൻ അത് സഹായകമായിരിക്കണം എന്ന് സ്വർഗത്തിന് നിർബന്ധമുണ്ട്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നോഹയോട് ദൈവം പറയുകയാണ്, നിനക്കും നിന്റെ കുടുംബത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി ഒരു പെട്ടകം പണിയുക. അതിൽ ധാരാളം മൃഗങ്ങളെ കയറ്റി, ജീവജാലങ്ങളെ കയറ്റി. അതെല്ലാം ദൈവവും നോഹയുമായിട്ടുള്ള ദൈവത്തിന്റെ വ്യവസ്ഥ. അതല്ല അപ്പോസ്തലനായ പൗലോസ് എബ്രായ സഭയോട് പറയുവാൻ ആഗ്രഹിക്കുന്നത്. നോഹയുടെ വിശ്വാസം എങ്ങനെ അവന്റെ കുടുംബത്തിന് രക്ഷാകാരണമായി? അവന്റെ കുടുംബം എങ്ങനെ നോഹയിൽ വിശ്വസിച്ചു? നോഹയുടെ നിഷ്കളങ്കതയിൽ ദൈവം പറഞ്ഞതായ സാക്ഷ്യം, ദൈവം പറഞ്ഞതായ അനുഭവം, ദോഷം വിട്ടകലുന്നവനെന്ന് ദൈവം സാക്ഷ്യം പറഞ്ഞപ്പോൾ ആദ്യം അത് ഏറ്റെടുത്തത് അവന്റെ കുടുംബമാണ്. ഇന്ന് അനേക പ്രസംഗികളുടെ കുടുംബം ആ പ്രസംഗികളെ വിശ്വസിക്കാത്തത് കൊണ്ട് രക്ഷ ആ കുടുംബത്തിന് ഉതകാതെ പോകുന്നു. ആ കുടുംബം വെറും പ്രസംഗികളായിട്ട് ഈ ഭൂമിയിൽ അവശേഷിക്കുന്നു എന്നുള്ളതാണ് സത്യം. നിന്റെ കുടുംബത്തിൽ ഒരു വിശ്വാസമായി പരിണമിക്കുമ്പോഴാണ് നാം പറയുന്ന സുവിശേഷം ലോകത്തിനെ കുറ്റം വിധിക്കുവാൻ അത് കാരണമായി തീരുന്ന ഒരു ഉപാധിയായി, ഉപകരണമായി, രക്ഷാകവചമായി നമ്മുടെ മുൻപിൽ പ്രത്യക്ഷപ്പെടുന്നത്. നാം ദൈവത്തോടുകൂടെ നടക്കുമ്പോൾ ദൈവം പറയുന്ന ഭാഷ നമുക്ക് മനസ്സിലാകും. ദൈവം പറയുന്നതായ ആലോചനകൾ നമുക്ക് മനസ്സിലാകും. നമുക്ക് രക്ഷയ്ക്കായിട്ടുള്ളതായ അനേക കാര്യങ്ങൾ ദൈവം നാം മനസ്സിലാക്കുന്ന ഹൃദയങ്ങൾ നമുക്കുള്ളത് കൊണ്ട് നമ്മെ രക്ഷിക്കുവാൻ വേണ്ടി ദൈവം പല ഉപാധികൾ നമുക്ക് അനർത്ഥത്തിൽ നിന്ന് രക്ഷ പ്രാപിക്കുവാനുള്ളതായ വഴികൾ നമ്മെ പറഞ്ഞ് ഉപദേശിക്കും. ദൈവത്തിന് മഹത്വമുണ്ടാകും. ഈ പ്രഭാതത്തിൽ വളരെ ലഘുവായിട്ടുള്ളതായ ഒരു സന്ദേശമാണ് ഈ വചനത്തിൽ കൂടെ ദൈവത്തിന്റെ ആത്മാവിന് നമുക്ക് തരുവാനുള്ളത്. അത് ലഘുവായിട്ടുള്ള സന്ദേശമാണെങ്കിലും നമുക്ക് നമ്മുടെ കുടുംബത്തിനും ക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോൾ, കർത്താവിൽ വിശ്വസിക്കുമ്പോൾ, കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോൾ ആ വിശ്വാസം നമ്മുടെ മുൻപിൽ അതൊരു പെട്ടകമായി രൂപം കൊള്ളണം. ആ പെട്ടകത്തിൽ കയറുവാനുള്ളതായ ഒരു ബോധ്യം, ഒരു വിശ്വാസം, തമ്മിലുള്ളതായ ഐക്യം നമ്മുടെ ജീവിതത്തിൽ, കുടുംബത്തിൽ ഉണ്ടാകുമ്പോഴാണ് അത് നമ്മുടെ കുടുംബത്തിന്റെ രക്ഷയായ പെട്ടകമായി നമ്മുടെ സുവിശേഷം മാറ്റപ്പെടുന്നത്. ഇല്ലായെങ്കിൽ നമ്മൾ നീതി പ്രസംഗിയെന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാസ്റ്ററെന്നോ തിരുമേനിയെന്നോ ബഹുമാനീയനായ പുരോഹിതനെന്നോ സുവിശേഷകനെന്നുള്ളതായ സാക്ഷ്യം മാത്രം നമ്മിൽ അവശേഷിക്കും. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നത് ആദ്യത്തെ ഉത്തരവാദിത്വം നമ്മുടെ കുടുംബത്തെ നമ്മൾ സുവിശേഷം വിശ്വസിപ്പിക്കുക, അവരോട് നല്ല സാക്ഷ്യം പ്രാപിക്കുക, നാം ദൈവത്തോടുകൂടെ നടക്കുന്നതെന്ന് അവരെ ബോധ്യപ്പെടുത്തുക, നാം പറയുന്ന സത്യങ്ങൾ അവർ വിശ്വസിക്കുമാറ് അവരുടെ ജീവിതത്തിൽ നാം ദൈവത്തോടുകൂടെ നടക്കുന്നുവെന്നുള്ള ഒരു ബോധ്യം വരുത്തി തീർക്കുക. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അങ്ങനെ അവൻ പറയുന്നത്, നോഹ പറയുന്നത് അവന്റെ കുടുംബം വിശ്വസിച്ചപ്പോൾ അവരുടെ കുടുംബമായിട്ടുള്ള രക്ഷയ്ക്കായിട്ട് അത് കാരണമായി തീർന്നു. ഇല്ലായെങ്കിൽ എന്തെന്നറിയാമോ? അവിടെ ഐക്യതയില്ലായ്മ രൂപപ്പെടും, അവിടെ വലിയൊരു കലഹം രൂപപ്പെടും, അവിടെ വലിയൊരു അവിശ്വാസം രൂപപ്പെടും. അതൊരു വിശ്വാസത്തിനും രക്ഷയ്ക്കും കാരണമായി തീരാതെ അവരുടെയും നാശത്തിന്
ആ പെട്ടകം അതിന് വഴിമാറിക്കൊടുക്കും. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ദൈവം നമ്മെ രക്ഷിക്കുന്നതിനാൽ നമ്മുടെ കുടുംബത്തെ എടുത്തു കാണിച്ചുകൊണ്ട് ദൈവത്തിന് ലോകത്തെ കുറ്റം വിധിക്കുവാൻ തക്കവണ്ണം നമ്മുടെ കുടുംബത്തിന്റെ രക്ഷ ദൈവത്തിന് അത് പലരുടെയും മുൻപിൽ എടുത്തു കാണിക്കുവാനുണ്ട്. ദൈവത്തിന് സാക്ഷ്യമായി കാണിക്കുവാനുണ്ട്. ദൈവത്തിന് അത് ഉപകരിക്കുവാനുണ്ട്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ദൈവം നമ്മിൽ സുവിശേഷം തന്നപ്പോൾ അത് നമുക്ക് വേണ്ടി മാത്രമല്ല, നമ്മുടെ കുഞ്ഞുങ്ങൾക്കും കൂടെ. നമ്മുടെ കുഞ്ഞുങ്ങളിൽ നാം ദൈവത്തോടു കൂടെ നടക്കുന്നവരെന്ന് അവർക്ക് ബോധ്യപ്പെടുന്നില്ല എങ്കിൽ അവരെന്ത് ചെയ്യുന്നറിയാമോ? നാം മാതാപിതാക്കൾ പറയുന്ന സുവിശേഷം ഫോഷ്ക്കെന്ന് അവർ മറ്റുള്ളവരുടെ മുൻപിൽ സംസാരിക്കും. ഫോഷ്ക്കെന്ന് മറ്റുള്ളവരുടെ മുൻപിൽ സാക്ഷീകരിക്കും. അത് അവരുടെ മുൻപിലുള്ളതായ പെട്ടകത്തിന്റെ പണിയെ അത് സാരമായി ബാധിക്കും. നോഹ പെട്ടകം പണിഞ്ഞപ്പോൾ ആ പെട്ടകത്തിന്റെ ആ വെളിപ്പാട്, വരുവാനിരിക്കുന്ന നാശത്തെ കുറിച്ചുള്ളതായ വലിയൊരു ദർശനം അവന്റെ കുഞ്ഞുങ്ങൾക്കും അവന്റെ കുടുംബത്തിനും ലഭിച്ചു. അവന് ലഭിച്ചതായ ദർശനം ദൈവം അവരുടെ കുടുംബത്തിന് കൊടുത്തു. അവർ ഒന്നിച്ച് ചേർന്ന് ആ പെട്ടകം പണിതു. അവർ ഒന്നിച്ച് ചേർന്ന് ആ പെട്ടകത്തിൽ കടന്നു. അവർ ഒന്നിച്ച് അതിൽ കൂടെ രക്ഷപ്പെടുവാൻ കാരണമായി തീർന്നു. നമുക്ക് ദൈവം തരുന്നതായ ദൈവത്തിന്റെ സാന്നിധ്യം, ദൈവത്തിന്റെ കൃപ, ദൈവത്തിന്റെ ഭാഷ, ദൈവത്തിന്റെ ജ്ഞാനം, ദൈവത്തിന് തരുന്നതായ ദയ, ദൈവം നമ്മോട് കാണിക്കുന്നതായ ദീർഘക്ഷമ, ദൈവം നമ്മോട് സംസാരിക്കുന്നതായ ആ സന്ദേശങ്ങൾ ഒക്കെയും നമ്മൾ കുടുംബമായി നാം അത് തമ്മിൽ അത് നാം പങ്കുവയ്ക്കുമ്പോൾ എന്താണെന്നറിയാമോ? നമ്മളിൽ അത് വിശ്വാസം പരിണമിക്കണം. നമ്മളിൽ അത് ചോദ്യചിഹ്നങ്ങളല്ല, ഒരുമ കൊണ്ടുവരണം, ഒത്തുചേർക്കൽ ഉണ്ടാകണം. അവിടെ ഐക്യത ഉണ്ടാകുന്നു. അവിടെ വലിയൊരു കുടുംബം രൂപപ്പെടുകയാണ്. ഏക അഭിപ്രായം ഉണ്ടാകും. ആ പെട്ടകത്തിന്റെ പണി എല്ലാം ഐക്യമായി, അല്പം പോലും വെള്ളം കയറാത്ത പെട്ടകമായി രക്ഷപ്പെടുവാൻ, വരുവാനിരിക്കുന്ന പ്രളയത്തിൽ നിന്ന്, കോപത്തിൽ നിന്ന് നിന്റെ കുഞ്ഞുങ്ങൾ, നിന്റെ തലമുറകൾ, നിന്റെ കുടുംബം രക്ഷ പ്രാപിക്കുവാനുള്ളതായ ഒരു പെട്ടകമായി നിന്റെ മുൻപിൽ അത് പരിണമിക്കുന്നു. ഏത്? ക്രിസ്തുയേശുവിലെ വിശ്വാസം. ക്രിസ്തു എന്ന മർമ്മം നിന്റെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ ഇതാ എല്ലാവർക്കും, നിനക്കും നിന്റെ കുടുംബത്തിനും രക്ഷയായി ഭവിക്കത്തക്കോണം അത് നിന്നിൽ കൂടെ വളർന്ന് ഒരു പെട്ടകമായി കീല് തേച്ച പെട്ടകം. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വ്യവസ്ഥയുള്ളതായ പെട്ടകം, അടിസ്ഥാനമുള്ളതായ പെട്ടകം, അല്ലെങ്കിൽ നിയമമുള്ളതായ പെട്ടകം. ആ പെട്ടകത്തിന് ചില നിർദ്ദേശങ്ങളുണ്ട്. ആ പെട്ടകത്തിന് ചില കാര്യങ്ങളുണ്ട്. അത് ദൈവവുമായിട്ട് എപ്പോഴും അതൊരു കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്നതായ പെട്ടകം. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ആ പെട്ടകത്തിന്മേൽ ദൈവത്തിന്റെ ദൃഷ്ടിയുണ്ട്. ആ ദൈവത്തിന്റെ നടത്തിപ്പ് അതിന്മേൽ കാണും. അതിന് വേണ്ടതൊക്കെ, ഭക്ഷണ കാര്യങ്ങളൊക്കെ ആ പെട്ടകത്തിൽ സംഗ്രഹിച്ചിരിക്കും. നിന്റെ ഭാരം, നിന്റെ ആവശ്യം, നിന്റെ പ്രൊജക്ട് അത് ദൈവത്തിൽ പരമേൽപ്പിക്കുക. നിന്റെ വഴികൾ യഹോവയെ പരമേൽപ്പിക്കുക. അവനത് നിർവഹിക്കും. ആരാണ് പരമേൽപ്പിക്കേണ്ടത്? നീയും നിന്റെ കുടുംബവുമായി ചേർന്നുകൊണ്ട്, നിന്റെ കുടുംബമായിട്ട് ദൈവത്തിലുള്ളതായ ഒരു സമർപ്പണം. ഈ പ്രഭാതത്തിൽ നിങ്ങൾ കേട്ടതായ തിരുവചനം നിനക്കും നിന്റെ കുടുംബത്തിനും, നിനക്ക് മാത്രമാകാതെ നിന്റെ കുഞ്ഞുങ്ങൾക്ക്, നിന്റെ തലമുറകൾക്ക്, നിന്റെ കുടുംബത്തിനൊക്കെയും അതൊരു രക്ഷാകാരണമായി ഭവിക്കപ്പെടുമ്പോൾ നിന്നെ നോക്കി അനേക കുടുംബങ്ങൾ രക്ഷാകരമായിട്ടുള്ള പെട്ടകത്തിന്റെ ചമയയിലേക്ക് അവരും കടന്നു വരുന്നതിനിടയായിത്തീരും. ഈ വർക്ക്ഷോപ്പിലേക്ക് അവരും കടന്നു വരും. അവർക്കും ഇതൊരു രക്ഷയുടെ കാരണമായി തോന്നുവാനുള്ളതായ ഒരു ഉത്തേജനം ദൈവം അവരുടെ ഹൃദയത്തിൽ കൊടുക്കും. അതാണ് ക്രിസ്തുയേശുവിൽ കൂടെയുള്ളതായ രക്ഷ. ആ രക്ഷ അത് ലോകത്തിലെങ്ങും രക്ഷയ്ക്ക് കാരണമായി തീരുന്നത് അത് നമ്മുടെ കുടുംബത്തിൽ ആരംഭിക്കുമ്പോൾ, നമ്മുടെ ഭവനത്തിൽ ആരംഭിക്കുമ്പോൾ അത് ലോകത്തിന് മുൻപിൽ അതൊരു പ്രദർശനമായി തീരുന്നു. ലോകം നമ്മിൽ കൂടെ രക്ഷയ്ക്കുള്ള കാരണമായ ദൂതിനെ പ്രാപിക്കുവാൻ ദൈവം അതിനെ വഴിമാറ്റി വിടുന്നു, അതിനെ ഉപയോഗിക്കുന്നു, കാരണമാക്കി തീർത്തുന്നു. ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.